Hello students, last I have given an assignment to you and it was to find the Fourier series of a function with the arbitrary period. Hope that you can complete it. If you have not completed it, please complete it at the earliest. Now we move to Fourier series of even and odd functions. So we have to define even and odd functions. A function f of x is even. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ even എന്ന് പറയുന്ന എപ്പോഴാണ്? if f of minus x equal to f of x. നമുക്കറിയാവുന്ന ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൽ എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താലും മൈനസ് എക്സിൻ്റെ സ്ക്വയറും എക്സ് സ്ക്വയർ തന്നെയാണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് തന്നെയാണ്. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഈവൻ. എക്സ് റൈസ് ടു 4 എക്സ് റൈസ് ടു 6 ഒക്കെ ഇതുപോലെയാണ്. ഓഡ് വേഴ്സ് ഉള്ള എക്സ് ക്യൂബ് ഒക്കെ ഓടാണ്. അവിടെ എക്സിന് പകരം മൈനസ് എക്സ് എടുത്താൽ എന്നാ വ്യത്യാസം? രണ്ടും തമ്മിൽ സൈൻ ഡിഫറൻസ് ഉണ്ട്. എഫ് ഓഫ് എക്സ് ഓഡ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സും എഫ് ഓഫ് എക്സും ഒന്നല്ല, ചെറിയ വ്യത്യാസം. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അതാണ് ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. ഇനി പവേഴ്സ് വെച്ച് മാത്രമല്ല പറയുക, നമുക്ക് സൈൻ എക്സിനെയും കോസ് എക്സിനെയൊക്കെ അറിയാം. കൺസിഡർ എഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓഡ് ഫംഗ്ഷനാണ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയാണ്. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ എന്ന റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെ ട്രിഗ്നോമെട്രിക്കോ എക്സ്പോണൻഷ്യലോ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനോ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫൊറിയർ സീരീസിൽ പലപ്പോഴും സിമെട്രിക് ഇൻ്റർവൽസ് -π to π -2 to 2 അങ്ങനെയൊക്കെയുള്ള സിമെട്രിക് ഇൻ്റർവൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഓഡ് ഫംഗ്ഷൻസിന് സിമെട്രിക് ഇൻ്റർവൽസിൽ ഇൻ്റഗ്രൽസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. -L to L നമുക്കങ്ങ് ഉപയോഗിക്കാം. ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇത് സിമെട്രിക് ഇൻ്റർവെല്ലായിരിക്കണേ. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, അത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ -L to 0 0 to L ഓപ്പോസിറ്റ് സൈനാണ് ആർഗ്യുമെൻറ്റ്സിന് വരാൻ പോകുന്നത്. രണ്ടിടത്തും ഒരേപോലെയാണെങ്കിൽ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to L കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ട്. എഫ് ഓഫ് എക്സ് ഡി എക്സ് ലിമിറ്റ്സ് കൊടുക്കാൻ എളുപ്പമുണ്ട്. അതെപ്പോഴാണ്? എഫ് ഈവൻ ആകുമ്പോൾ. ഓടാകുമ്പോൾ എന്നാ സംഭവിക്കുക? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് എക്സ് ആണ്. അപ്പോൾ 0 to L 0 to -L 0 to L ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈനാണ് മറ്റുള്ളത്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യും. -L to L ഒരേ വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്യും. -L to L ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് എഫ് ഓഡ് ആണെങ്കിൽ ഈ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ ഇത് സിമെട്രിക് ഇൻ്റർവെല്ലിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതും കൂടി ശ്രദ്ധിച്ചോണം. നമ്മൾ സിമെട്രിക് ഇൻ്റർവെല്ലിലാണ് പല ഫൊറിയർ സീരീസും ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തപ്പോൾ ചിലയിടത്ത് കണ്ടു കാണും, ചിലയിടത്തൊക്കെ an-കൾ 0 ആയിട്ട് വരുന്നു, ചിലയിടത്തൊക്കെ bn-കൾ 0 ആയിട്ട് വരുന്നു. ഇതൊക്കെ അത്തരം ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ, ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻസിൻ്റെ ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ, ഈവൻ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതൊരു കോസ് സീരീസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. നമുക്ക് ആർബിട്രറി പീരീഡ് എഴുതാം, അതിൻ്റെ അന്ന് എല്ലാം എഴുതാമല്ലോ. അപ്പോൾ an കോസ് nπ ഡിവൈഡഡ് ബൈ L ഇൻറ്റു എക്സ്. a0-നെയും കൂടെ ഈ കൂടെ ചേർക്കാൻ ഓർക്കുക. ആൻഡ് വി ക്യാൻ ഡിഫൈൻ ദ ഫൊറിയർ കോഎഫിഷ്യൻസ്. a0 എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്? a0 ഈക്വൽ ടു 1/2L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ അതെന്താ? 1/2L ഇൻറ്റു 0 to L എന്ന് ലിമിറ്റ് എഴുതാം. ഈവൻ ആണെങ്കിൽ അങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to L എഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എഫ് എക്സ് ഡി എക്സ്. ഇതെല്ലായിടത്തും ഓർത്തിരുന്നേക്കരുത്. ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഇത് 1/L ഇൻറ്റു ഇൻ്റഗ്രൽ
-L to L ഇൻ്റഗ്രേഷൻ വരുന്നിടത്ത് സിമെട്രിക് ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രൽ 0 to L fx dx എന്നാവും. ഇനി an-ൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1/L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L f of x cos nπ ഡിവൈഡഡ് ബൈ L ഇൻറ്റു എക്സ് എന്നാണ് നമ്മളുടെ ഡെഫിനിഷൻ. ഇൻറ്റു ഡി എക്സ്, ഇതാണ് ഡെഫിനിഷൻ. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയും ചേർന്നാണ് എഫ് ഓഫ് എക്സ് കോസ് എൻ ബൈ എൽ എക്സ്. എഫ് എക്സ് ഈവൻ ആണ്, കോസും ഈവൻ ആണ്. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. -L to L സിമെട്രിക് ഇൻ്റർവെൽ ആണ്. അപ്പോൾ നമുക്കിതിനെ 0 to L ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് അപ്പോൾ 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് കോസ് എൻ ബൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് ആകും. അതേസമയം ബി എൻ ഇല്ല. ബി എൻ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ്. എഫ് എക്സ് ഈവൻ ആണെങ്കിലും സൈൻ ഓഡാണ്. അപ്പോൾ അവിടെ ഈ റൂളാണ് എഫ് എക്സ് ഇൻറ്റു സൈൻ എൻ ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഈ റൂളാണ്. അപ്പോൾ അത് ഓഡാണ്. അപ്പോൾ ബി എന്നുകൾ 0 ആയിരിക്കും. ബി എൻ 0 ആയതുകൊണ്ട് നമ്മളിവിടെ എഴുതിയില്ല. അപ്പോൾ ഈവൻ ഫംഗ്ഷന് നമുക്കൊരു കൊസൈൻ സീരീസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ a0 equal to 1/L into integral symmetric interval symmetric interval -L to L 1/L into integral 0 to L fx dx എന്ന് ഓർക്കണം. an-ന് 2/L into integral 0 to L fx cos n by divided by L into x dx എന്ന് ഓർക്കണം. അപ്പോൾ അതൊരു കൊസൈൻ സീരീസ് ആണെന്ന് ഓർക്കണം. അപ്പോൾ സൈനിൻ്റെ ഭാഗം ഇല്ല, ബി എൻ 0 ആണെന്ന് ഓർക്കണം. ഓഡ് ഫംഗ്ഷന് എളുപ്പമുണ്ട്. ഓഡാകുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ എണ്ണം 0 ആണ്. പക്ഷേ എഫ് എക്സ് കോസ് എൻ ബൈ എൽ ഡിവൈഡഡ് ബൈ എക്സ്, എഫ് എക്സ് സൈൻ എൻ ബൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എക്സ്, അതിൽ 0 ആകുന്നത് ഫംഗ്ഷൻ ഓഡ് ആകുമ്പോഴാണ്. അതിൽ സൈൻ സീരീസ് റിമെയിൻ ചെയ്യും. ബി എന്നിൻ്റെ വാല്യൂ നിൽക്കും. a0ഉം a-നും 0 ആകും. ആൻഡ് സോ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഈവൻ ഓഡ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 to a-നും ഇല്ല, സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ ഇൻറ്റു സൈൻ എൻ ബൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എക്സ് എന്നാണ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ആൻഡ് ബി എൻ ഈക്വൽ ടു എങ്ങനെയാണ്? ഇത് ചെയ്തപോലെ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ ബൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എക്സ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ അതൊരു കൊസൈൻ സീരീസ് ആയിരിക്കും, ഓഡ് ആണെങ്കിൽ അതൊരു സൈൻ സീരീസ് ആയിരിക്കും. അതിനകത്ത് സൈൻ മാത്രമേ ഉള്ളൂ. കൊസൈൻ സീരീസിൽ കോൺസ്റ്റൻ്റ് a0 നിങ്ങൾ ഓർക്കണം. ഈവൻ ആണെങ്കിൽ കൊസൈൻ മാത്രം. a0 എന്ന് പറയുന്നത് 1/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എഫ് എക്സ് ഡി എക്സ് എന്ന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താകും. an 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എഫ് എക്സ് 0 to L 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L ബി എൻ ആകുമ്പോഴും 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ബി എൻ ആകുമ്പോൾ അവിടെ സൈൻ ചേർക്കണം, ഇവിടെ ആകുമ്പോൾ കൊസൈൻ ചേർക്കണം. ഇതൊക്കെയാണ് ജനറൽ ഫോർമുലാസ്. Find the Fourier series of f of x equal to mod x in minus pi and we have to reduce that 1 plus 1 by 3 square plus 1 by 5 square plus etc. equal to pi square by 8 from the expansion. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ കാര്യം ഉണ്ടോ എന്നറിയുന്നത് സിമെട്രിക് ഇൻ്റർവൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ദെൻ വാട്ട് അബൌട്ട് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്? അത് ഈവനോ ഓടോ വല്ലോ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫംഗ്ഷൻസ് സിമെട്രിക് ഇൻ്റർവെല്ലിൽ തരുമ്പോൾ ഇത് സിമെട്രിക് ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഈവൻ ഓടിന് സാധ്യത നമുക്ക് എടുക്കാം. എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ദെൻ വാട്ട് ഈസ് എഫ് ഓഫ് മൈനസ് എക്സ്? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് മൈനസ് എക്സ് ആണ്. അത് മോഡ് എക്സ് തന്നെയാണ്. സോ ദ ഫംഗ്ഷൻ ഈസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതുകൊണ്ടത് ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഫൊറിയർ സീരീസ് എന്ത് സീരീസ് ആണെന്നാണ് പറഞ്ഞത്? ഈസ് എ കൊസൈൻ സീരീസ്. അതിൻ്റെ അകത്ത് സൈൻ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട് താനും. ലൈക്ക് ദിസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു
1 to infinity an into cos n pi divided by L into x. ഇതാണ് സീരീസ് എക്സ്പാൻഷൻ. ആൻഡ് എ നോട്ട് ഈക്വൽ ടു, നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എ നോട്ട് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? നമ്മൾ സാധാരണ 1/12 എന്ന് എഴുതുന്നത്. ഇവിടെ 2 into 1/12 വരും. 1/L into ഇക്വേഷൻ ഓർത്തിരിക്കണേ, ഇൻ്റഗ്രൽ 0 to L f of x dx എന്നുള്ളതാണ് എ നോട്ടിൻ്റെ ഇക്വേഷൻ. ആൻഡ് എ എൻ ഈക്വൽ ടു, സാധാരണ എഴുതുന്ന 1/L എന്നായിരുന്നു, ഇപ്പോൾ 2 times വരും. 2/L ഈവൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to L f of x into കൊസൈൻ സീരീസ് cos n pi ഡിവൈഡഡ് ബൈ L into x ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇക്വേഷൻസ് ഉറപ്പായിട്ടും എഴുതുക, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ദെൻ -π ആണ് ഇൻ്റർവെൽ. -π ആയതുകൊണ്ട് L ഈക്വൽ ടു പൈ, പീരിയഡ് P ഈക്വൽ ടു 2π ആണ്. സോ L ഈക്വൽ ടു പൈ എന്നാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. സോ മോഡ് എക്സ് എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ -π to π, മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എഴുതാം. അപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈയിൽ അത് എക്സ് ആണ്. ആൻഡ് -xn -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് സൈനും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി 0 to π ഉപയോഗിച്ചാൽ മതി. അപ്പം മോഡ് എക്സ് എഴുതണ്ട, മോഡ് എക്സ് എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം, എക്സ് എന്നുള്ളത് ഉപയോഗിക്കാം. സോ ഫസ്റ്റ് വി കാൽക്കുലേറ്റ് എ നോട്ട്. എ നോട്ട് ഈക്വൽ ടു എന്നാ പറഞ്ഞേക്കുന്നത് 1/L into L ഈക്വൽ ടു പൈ ഇൻ്റഗ്രൽ 0 to L 0 to π f of x dx. f of x ഇപ്പോൾ എന്നാ എക്സ് ആണ്, എക്സ് dx. ഇക്വേഷൻ നേരത്തെ എഴുതിയിട്ടുണ്ട്, അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1/π into ഇൻ്റഗ്രൽ 0 to π എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 0 to π ലിമിറ്റ്സും കൊടുക്കുക. സോ 1/2π ഇൻറ്റു താഴത്തെ 2 ഞാൻ എടുക്കും, x² ലിമിറ്റ് കൊടുക്കുക, π² - 0 എന്ന് കൊടുക്കാം. ഒരു പൈ ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് π/2 ഈസ് ദ റിസൾട്ട്. π/2 എന്നാണ് എ നോട്ട് കിട്ടുക. നൗ വി ക്യാൻ ഫൈൻഡ് എ എൻ. എ എന്നിൻ്റെ ഇക്വേഷൻ എഴുതിയേക്കുന്നത് 2/L ഇൻറ്റു ഹിയർ L ഈക്വൽ ടു പൈ ഇൻ്റഗ്രൽ 0 to π. അപ്പോൾ 0 to π ആകുമ്പോൾ f of x x ആണ്. പിന്നെ നമുക്ക് വേണ്ട cos n pi ഡിവൈഡഡ് ബൈ L ഈക്വൽ ടു പൈ. അപ്പോൾ cos nx, അത് നമ്മുടെ പഴയ ഫോർമുല cos nx ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. x ഇൻറ്റു cos nx dx എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. x ഇൻറ്റു cos nx dx. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ 2/π ഇൻറ്റു 2/π ഇൻറ്റു x ഇൻറ്റു cos nx dx. അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. cos nxൻ്റെ ഇൻ്റഗ്രൽ sin nx വേരിയബിൾ അല്ല, nx ആ, ഡിവൈഡഡ് ബൈ n മൈനസ് ഇൻ്റഗ്രൽ ഫ്രം 0 to π ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻറ്റു sin nx ഡിവൈഡഡ് ബൈ n sin nx ഡിവൈഡഡ് ബൈ n ഇൻറ്റു dx. ഇതാണ് ലിമിറ്റ്സ് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം അല്ലേ. ദെൻ ദിസ് ഇസ് 2/π ഇൻറ്റു x sin nx divided by n, x sin nx divided by n. അടുത്തതിൽ മൈനസ് 1/n ഇൻറ്റു sin nxൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് എഴുതണം, അത് മൈനസ് ഇവിടെ പ്ലസ് ആയി cos nx ഡിവൈഡഡ് ബൈ n ആണ്. ഇവിടെ ഒരു n² വരും, 1/n². ദെൻ ലിമിറ്റ്സ് എല്ലാത്തിനും ഒരുമിച്ച് കൊടുക്കാം. 0 to π ആണ് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന ലിമിറ്റ്സ്. ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു 2/π ഇൻറ്റു sin n/0 ആണ്, sin 0 ആണ്. അപ്പോൾ ആദ്യത്തേതിൽ നമുക്ക് 0 എടുത്താണ്. അടുത്തതിൽ 1/n² ഇൻറ്റു cos n/, മൈനസ് cos n/, മൈനസ് cos 0 എന്നാണ് നമുക്ക് കിട്ടുക. സോ 2/π ഇൻറ്റു 1/n² ഇൻറ്റു 2/πn² ഇൻറ്റു cos n/യെ നമ്മളിങ്ങനെ എഴുതാറുണ്ടല്ലോ, -1 ഹോൾ റൈസ് ടു n, cos 0 1 മൈനസ് 1. ഇതാണ്. അപ്പോൾ ഇതാണ് an-ൻ്റെ വാല്യൂ. f of x നമുക്ക് സീരീസ് സമ്മേഷനിൽ π/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1/∞ 2/πn² ഇൻറ്റു -1 ഹോൾ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു cos nx എന്ന് എഴുതാം.
അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, അറേഞ്ച് ചെയ്തൊക്കെ